P.T. Bhattathiripad, 1896 to 1982. His life lasted 86 years. പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ മേഴത്തൂർ എന്ന സ്ഥലത്ത് പിതാവ് തുപ്പൻ ഭട്ടതിരിപ്പാട്, മാതാവ് ശ്രീദേവി അന്തർജനം എന്നിവരുടെ മകനായി 1896 വി ടി ഭട്ടതിരിപ്പാട് ജനിക്കുന്നത്. വെള്ളിത്തിരുത്തി താഴത്തമനയിൽ രാമൻ ഭട്ടതിരിപ്പാട് എന്നാകുന്നു ഇദ്ദേഹത്തിന്റെ പൂർണ്ണനാമം. വി ടി ഭട്ടതിരിപ്പാടിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓർമ്മ വരേണ്ടത് 1908 അദ്ദേഹം രൂപീകരിച്ച യോഗക്ഷേമ സഭ എന്ന ഓർഗനൈസേഷനെ കുറിച്ചാകുന്നു. നമ്പൂതിരി സമുദായത്തിന്റെ ക്ഷേമത്തിനായിട്ടാണ് ഇദ്ദേഹം പ്രവർത്തിച്ചത്. നമ്പൂതിരി സമുദായത്തിലുള്ളവർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ മാറ്റുന്നതിനും അവർക്കും ഒരു സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം കിട്ടുന്നതിനും വേണ്ടി ഇദ്ദേഹം പോരാടി. ഇദ്ദേഹത്തിന്റെ യോഗക്ഷേമ സഭയുടെ ആപ്തവാക്യം തന്നെ നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നതായിരുന്നു. അതായത് യോഗക്ഷേമ സഭയുടെ ആപ്തവാക്യമാകുന്നു നമ്പൂതിരിയെ മനുഷ്യനാക്കുക. വി ടി ഭട്ടതിരിപ്പാടിന്റെ യോഗക്ഷേമ സഭയുടെ മുഖപത്രമാകുന്നു മംഗളോദയം. നമ്പൂതിരി സമുദായത്തിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാനുള്ള പണം കണ്ടെത്തുന്നതിന് വേണ്ടി 1931 37 ദിവസം കൊണ്ട് തൃശൂർ മുതൽ കാസർഗോഡ് ചന്ദ്രഗിരി പുഴ വരെ യാതനയാത്ര വി ടി ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ നടത്തുകയുണ്ടായി. യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യങ്ങളാകുന്നു വിധവകളുടെ വിവാഹം നടപ്പാക്കുക, ബഹുഭാര്യത്വത്തെ നിരോധിക്കുക, വൃദ്ധവിവാഹം തടയുക എന്നിവയാകുന്നു യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യങ്ങൾ. യോഗക്ഷേമ സഭയുടെ യുവജന സംഘത്തിന്റെ മാഗസീൻ ആയിരുന്നു ഉണ്ണി നമ്പൂതിരി മാഗസീൻ. ഉണ്ണി നമ്പൂതിരി മാഗസീനിൽ പ്രസിദ്ധീകരിച്ച ഒരു ആർട്ടിക്കിളാകുന്നു ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക. പത്രത്തിന്റെ പ്രൂഫ് റീഡറായും എഡിറ്ററായും വി ടി ഭട്ടതിരിപ്പാട് ജോലി ചെയ്തിട്ടുണ്ട്. ഉണ്ണി നമ്പൂതിരി, യോഗക്ഷേമം, പാശുപതം, ഉദ്ബുദ്ധ കേരളം എന്നീ പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപരായി, അതായത് എഡിറ്ററായി വി ടി ഭട്ടതിരിപ്പാട് ജോലി ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യമേ പറഞ്ഞുവല്ലോ, വി ടി ഭട്ടതിരിപ്പാടിന്റെ ഓർഗനൈസേഷൻ, അതായത് അദ്ദേഹത്തിന്റെ സംഘടനയാകുന്നു യോഗക്ഷേമ സഭ. ഈ യോഗക്ഷേമ സഭയിലെ പ്രവർത്തനങ്ങൾ പ്രമേയങ്ങളിൽ ഒതുങ്ങിയപ്പോൾ വി ടി ഭട്ടതിരിപ്പാട് യോഗക്ഷമയെ വിശേഷിപ്പിച്ചത് ആട്യൻ കൂലികളുടെ കഴുതുകളി എന്നായിരുന്നു. അതായത് പ്രവർത്തനങ്ങൾ പ്രമേയങ്ങളിൽ ഒതുക്കിയ യോഗക്ഷേമ സഭയെ ആട്യൻ കൂലികളുടെ കഴുതുകളി എന്ന് വി ടി ഭട്ടതിരിപ്പാട് തന്നെ വിശേഷിപ്പിച്ചു. 1929 വി ടി ഭട്ടതിരിപ്പാട് അന്തർജന സമാജം എന്ന ഓർഗനൈസേഷൻ രൂപീകരിക്കുന്നത്. വി ടി ഭട്ടതിരിപ്പാടിന്റെ വളരെ പ്രശസ്തമായ ഒരു നാടകമാകുന്നു അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. ഈ നാടകം ആദ്യമായി അവതരിപ്പിക്കുന്നത് 1929 അത് അവതരിപ്പിച്ചത് തൃശൂർ ജില്ലയിലെ ഇടക്കുന്നിയിലാണ്. തൃശൂർ ജില്ലയിലെ ഇടക്കുന്നിയിൽ വെച്ച് 1929 വി ടിയുടെ നാടകമായ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് ആദ്യമായി അവതരിപ്പിക്കുന്നത്. 1968 മിശ്രവിവാഹ പ്രചാരണത്തിനായി, മിശ്രവിവാഹം എന്ന് പറയുമ്പോൾ ഇന്റർകാസ്റ്റ് മാരേജ് അല്ലെങ്കിൽ ഇന്റർഫെയ്ത്ത് മാരേജ് എന്നൊക്കെ പറയും, ഇതിന്റെ പ്രചാരണത്തിനായിട്ട് കാസർഗോഡ് കാഞ്ഞങ്ങാട് നിന്ന് തിരുവനന്തപുരം ചമ്പഴന്തി വരെ സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ചതും വി ടി ഭട്ടതിരിപ്പാടായിരുന്നു. വി ടി ഭട്ടതിരിപ്പാടിന്റെ പുസ്തകങ്ങളാകുന്നു രജനീരംഗം, പോം വഴി, സത്യം എന്നത് ഇവിടെ മനുഷ്യനാകുന്നു, വെടിവെട്ടം, കാലത്തിന്റെ സാക്ഷി, കരിഞ്ചന്ത, വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും, എന്റെ മണ്ണ് തുടങ്ങിയവ വി ടി ഭട്ടതിരിപ്പാടിന്റെ പുസ്തകങ്ങളാകുന്നു. വി ടി ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയുടെ ഭാഗങ്ങളാകുന്നു കണ്ണീരും കിനാവും, ദക്ഷിണായനം, കർമ്മവിഭാഗം എന്നിവ വി ടി ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയുടെ ഭാഗങ്ങളാകുന്നു. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനും ഒറ്റപ്പാലത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീകൃഷ്ണാപുരം കോളേജിന് വി ടി ഭട്ടതിരിപ്പാടിന്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്തിട്ടുണ്ട്. ആ കോളേജിന്റെ പേരാകുന്നു ശ്രീകൃഷ്ണാപുരം വി ടി ബി കോളേജ്, അതായത് ശ്രീകൃഷ്ണാപുരം വി ടി ഭട്ടതിരിപ്പാട് കോളേജ്. 1948 പുരോഗമന മനസ്സുള്ള ഒരു കൂട്ടം വനിതകൾ അന്തർജന സമാജത്തിന്റെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച നാടകത്തിന്റെ പേരാകുന്നു തൊഴിൽ കേന്ദ്രത്തിലേക്ക്. നമ്പൂതിരി സ്ത്രീ സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ശക്തമായ ഒരു ആവിഷ്കാരമായിരുന്നു ഈ നാടകം. ആ നാടകത്തിന്റെ പേര് ഒരിക്കൽ കൂടി പറയാം, തൊഴിൽ കേന്ദ്രത്തിലേക്ക്. നമ്പൂതിരി സ്ത്രീ സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ശക്തമായ ഒരു ആവിഷ്കരണം എന്ന നിലയിൽ അവതരിപ്പിച്ച നാടകമാകുന്നു തൊഴിൽ കേന്ദ്രത്തിലേക്ക്. ഈ നാടകം അവതരിപ്പിച്ചത് 1948 അതുപോലെ 2-3 ഫാക്ട് കൂടി വി ടി ഭട്ടതിരിപ്പാടുമായിട്ട് സംബന്ധിച്ച് പറയാനുണ്ട്. 1935 കൊടമുണ്ട കോളനി എന്ന് പറയുന്ന ആശയം കൊണ്ടുവരുന്നതും അത് സ്ഥാപിക്കുന്നതും വി ടി ഭട്ടതിരിപ്പാടായിരുന്നു. കൊടമുണ്ട കോളനി എന്ന് പറഞ്ഞാൽ നാനാ ജാതിക്കാർ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലമാകുന്നു. ഇങ്ങനെയുള്ളൊരു ആശയം കൊണ്ടുവന്നതും അത് ഇംപ്ലിമെന്റ് ചെയ്തതും വി ടി ഭട്ടതിരിപ്പാടാണ്. അതിന്റെ വർഷം 1935 കൊടമുണ്ട കോളനി, അത് വി ടി ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലവുമായി ബന്ധപ്പെട്ട ഒരു ഇൻസിഡന്റ് പറയുകയാണെങ്കിൽ 1921 അഹമ്മദാബാദ് കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയെന്ന കാരണത്താൽ വി ടി ഭട്ടതിരിപ്പാടിനെ തന്റെ സമുദായത്തിൽ നിന്നും ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു.